നടത്തുന്ന പ്രോഗ്രാമുകളെ പൊന്നാനി NS കോളേജിലെ അവരുടെ അലുമിനി അസോസിയേഷൻ ഉണ്ട്, അവരാണ് ഫണ്ട് ചെയ്യുന്നത്. പിന്നെ സയൻസിന്റെ എന്ന് പറയുന്ന പ്രൊജക്റ്റിനും അതിന്റെ ആക്ടിവിറ്റീസും ഫണ്ട് ചെയ്യുന്നത് സ്പോൺസറാണ്. അതായത് കാരണം പങ്കെടുക്കുന്ന സ്റ്റുഡൻസിന് ഞങ്ങൾ ഒരിക്കലും അവർക്ക് ഫിനാൻഷ്യൽ പ്രയത്നം ഉണ്ടാക്കുന്നില്ല. ഇത് ഫൗണ്ടേഷനും ചില പ്രോഗ്രാംസ് പ്രൊജക്റ്റുകൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കോൺഫറൻസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിന്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അങ്ങനെയുള്ള പിന്നെ പേപ്പർ അവതരിപ്പിക്കാനുള്ള ആളുകൾക്കും ബന്ധപ്പെടാവുന്നതാണ്. ഈ പേപ്പർ കോൾഫർ ചെയ്യാനും കോൺഫറൻസ് അനൗൺസ് ചെയ്യുവാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ പ്രസ് കോൺഫറൻസ്. അല്ല അത് ഉദ്ദേശിക്കുന്നത് അണ്ടർ ഗ്രാജുവേറ്റ്സിന് അതിൽ 4 സെഷൻസ് നടക്കുന്നത്. റിസർച്ച് പേപ്പർ പ്രസന്റേഷൻ എന്ന സെഷൻ ഉണ്ട്. അതിൽ PG സ്റ്റുഡൻസ് റിസർച്ച് സ്കോളേഴ്സ് ആണുള്ളത്. പിന്നെ അണ്ടർ ഗ്രാജുവേറ്റ്സിന്റെ അറൌണ്ട് 300 സ്റ്റുഡൻസിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവരെ റിസർച്ച് മേഖലയിലേക്ക് എത്തിക്കാനുള്ള മോട്ടിവേഷൻ നൽകാൻ അവരെ എത്തിക്കുന്നത്. അതായത് IIM നിന്നും NIT നിന്നും IISER നിന്നും ഇതുപോലെ റിസർച്ച് R&D ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് ഹെഡ്സ് ഉണ്ട്. അപ്പോൾ അവരായിട്ടുള്ള ഇൻട്രാക്ഷന് മാത്രമല്ല ഹൗ ടു പ്രസന്റ് സയന്റിഫിക് പേപ്പർ നമ്മൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഡിഗ്രി ഫൈനൽ സ്റ്റുഡൻസിനെ എത്തിക്കുന്നത്. സബ്ജക്റ്റുകളൊക്കെ ഉണ്ടാവും, എല്ലാ സബ്ജക്റ്റും. സൈക്കോളജിയിൽ തന്നെ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്നും അതുപോലെ നമുക്കിപ്പോ ഏകദേശം 58ഓളം പേപ്പറുകളാണ് കയ്യിലെത്തി. അത് കോൺഫറൻസിനല്ലേ? സയന്റിഫിക് പേപ്പർ. ഇൻ കേസ് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റിന് പേപ്പർ അവതരിപ്പിക്കണം തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഉദ്ദേശം എക്സ്ക്ലൂഷനല്ല, ഇൻക്ലൂഷനാണ്, മോട്ടിവേറ്റ് ചെയ്യാൻ. സോ അത് ക്വാളിറ്റി പേപ്പർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. കോൺഫറൻസ് പ്രൊസീഡിംഗ്സ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പ്രസന്റ് ചെയ്യാനോ അവസരം കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഇന്ന ഡിഗ്രി ഉള്ള ആൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല എനി റിസർച്ച് ചെയ്തിട്ടുണ്ട്. ജിഹാദ് റഹ്മാൻ QD ഡയറക്ടറാണ്. ഈ കോൺഫറൻസിന്റെ ജനറൽ കൺവീനറാണ്. ഞാൻ ജസ്റ്റിൻ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മെമ്പറാണ്. ഈ കോൺഫറൻസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ ഹാരിസ്. ഞാൻ ഈ കോൺഫറൻസിന്റെ സ്വാഗത സംഘത്തിന്റെ ചെയർമാനാണ്. എൻ്റെ പേര് ഗീത റഹ്മാൻ. ഞാൻ യെസിന്റെ CS ഫോക്കസിന്റെ കോർഡിനേറ്ററാണ്. ഇവിടെ പ്രോഗ്രാം കൺവീനറാണ് കോൺഫറൻസ്. അതൊക്കെ ഞങ്ങളെ യെസിന്റെ ടോട്ടൽ ഓഫീസ് വരുന്നത് മാവൂർ റോഡിലാണ്. മാവൂർ റോഡിലെ യെസിന്റെ ഓഫീസിന്റെ മാവൂർ റോഡിലാണ്. മാവൂർ റോഡിലെ നന്ദുരത്തെ G ക്ലാസിന്റെ അടുത്തുള്ള സിൽവർ പ്ലാസ എന്ന് പറയുന്ന ബിൽഡിങ്ങിലെ 4th ഫ്ലോറിലാണ് ഓഫീസ്. സിവിൽ സർവീസിന്റെ ക്ലാസ് തുടങ്ങി. സിവിൽ സർവീസിന്റെ ബാച്ച് ഏകദേശം 4ാം ബാച്ച് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർട്സ് കോളേജിലും അധികവും ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ആർട്സ് കോളേജ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗൾഫിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം വയനാട് വെച്ച് നടന്നിട്ടുണ്ട്. അതുപോലെ കൊണ്ടോട്ടി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ചില സ്കൂളുകളിൽ അതെ, ഞങ്ങൾ അത് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ CS ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയിരുന്നു സിവിൽ സർവീസ്. കാരണം കഴിഞ്ഞ വർഷം മുതൽ സിവിൽ സർവീസിന്റെ പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് കൂടി അസസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രിലിമിനറി ടെസ്റ്റാണ് ഫസ്റ്റ് വരുന്നത്. മുമ്പുണ്ടായിരുന്ന സിസ്റ്റം ഉണ്ട്, അത് മൊത്തം UPSC മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന് ബേസ് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കേരളത്തിലെ ഒട്ടുമുക്കാൽ സ്കൂളുകളിലും എല്ലാ സ്കൂളുകളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു താല്പര്യം പറയുന്ന എല്ലാ സ്കൂളിലും ഞങ്ങൾ പ്രോഗ്രാം നടത്തിയിരുന്നു. ആ ടെസ്റ്റിൽ ക്വാളിഫൈ ചെയ്തിട്ടില്ല, ഞങ്ങൾ കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ക്വാളിഫൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനാണ് ഞങ്ങൾ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ വെച്ചിട്ട് ഈ പ്രോഗ്രാം നടത്തുന്നത്. ഫുൾ ഡേ ആണ്. അതിലെ റെസിഡൻസ് അവരുടെ അക്കോമഡേഷൻ ഫുഡ് എല്ലാം അടക്കെയാണ് 5,000. കോൺഫറൻസിൽ ബന്ധപ്പെട്ടുണ്ടെങ്കിലോ? താങ്ക് യു.